നമുക്ക് അരവിന്ദിന്റെ മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശാരദയുടെ വാക്കുകള് വിനീതിന്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. വിനീത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മായി ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ തനിക്ക് ഗംഗയെ ഒരിക്കലും കിട്ടില്ല എന്ന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് ഗംഗയുടെ കല്യാണം നടത്താനായിട്ട് അമ്മായി തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ താനൊരു ശല്യമായിട്ട് ഗംഗയുടെ ജീവിതത്തിലേക്ക് വരില്ല. അതാണ് അമ്മായി പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെ സങ്കടപ്പെട്ടാണ് വിനീത് കടയിലേക്ക് ചെല്ലുന്നത്. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇക്കായും ബേബി ചേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. വിനീതിനെ കണ്ടു കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്താടാ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നും ഇല്ലക്കാന്ന് പറഞ്ഞു. അതൊന്നും അല്ല, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടല്ലേ. പക്ഷെ ഇന്നെന്തോ നിന്റെ മുഖം വല്ലായിരിക്കുന്ന കണ്ടപ്പോ ചോദിച്ചാന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും വിനീതിന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. വിനീത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കാണ് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നത്. നിവിൻ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇക്ക പറഞ്ഞു, ഇന്ന് അവൻ ഇടത്തോട്ട് എഴുന്നേറ്റാൻ തോന്നേ, കണ്ടില്ലേ അവന്റെ മുഖം ഇരിക്കുന്നേ, വന്നപ്പോ മുതൽ ഇങ്ങനെയാ, ഒന്നും സംസാരിക്കുന്ന പോലും ഇല്ലാന്ന് പറഞ്ഞു. നിവിൻ ചെന്നിട്ട് ചോദിച്ചു, എന്താടാ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ എന്തേലും പ്രശ്നമുണ്ടോ, ഇനിയിപ്പോ ഗംഗാവായിട്ടുള്ള എന്തേലും പ്രശ്നമാണോന്ന് ചോദിച്ചു. അത് കേട്ടിനിപ്പോ വിനീത് പറഞ്ഞു, അത് നീ കാര്യം എന്താന്ന് വെച്ചാ പറ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇക്ക പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഇത്രമാത്രം സങ്കടപ്പെടില്ല. ആ പെണ്ണിന്റെ പുറകെ പോയല്ലെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇവന്റെ തലയിലേക്ക് കയറത്തില്ല. ആ പെണ്ണ് തേച്ചിട്ട് പോകുന്നുള്ള കാര്യം ഉറപ്പല്ലേ. അത് കേട്ട് കഴിഞ്ഞപ്പോ വിനീത് പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. എന്തിനൊക്കെ അങ്ങനെയൊക്കെ പറയണേ, അവള് പാവാന്ന് പറഞ്ഞു. പിന്നെ ഒരു പാപം വന്നിരിക്കുന്നു, എത്ര പറഞ്ഞാലും തലയിൽ കയറില്ല. ഇപ്പോഴും ഇവൻ പറയുന്ന അവള് പാവാന്നാ. അത് പിന്നെ എന്നോട് അമ്മായി പറഞ്ഞു, ഇനി അവളെ കാണാൻ ശ്രമിക്കോ, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനും ശ്രമിക്കരുതെന്ന്. അവളുടെ കല്യാണം അല്ലേ, അപ്പൊ ഞാനായിട്ട് ഇനി ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബേബിച്ചേട്ടൻ പറഞ്ഞു, കൊള്ളാം, ഇത് തന്നെ വേണം. എടാ നീ അല്ലേടാ ആ ഗുണ്ടകളുടെ പിടിയിൽ നിന്ന് അവളെ രക്ഷിച്ചേ, ഇല്ലായിരുന്നെങ്കിലോ ഈ പറയുന്ന അവളുടെ കല്യാണം എങ്ങനെ അവളുടെ അമ്മ നടത്തിയാനോ. ഇക്ക പറഞ്ഞു, അത് ശരിയാ, ശരിക്കും പറഞ്ഞ ഇവൻ രക്ഷപ്പെടുത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അവൾക്ക് എന്തേലും സംഭവിച്ചു പോയി ഇവനെന്താ ഇത്ര വേദനിക്കണമെന്ന് ചോദിച്ചു. അയ്യോ ഇക്ക അങ്ങനെയൊന്നും പറയല്ലെന്ന് പറഞ്ഞു. പറയരുത് പോലും. എടാ മനുഷ്യനാണ്, കുറച്ചൊക്കെ മനുഷ്യപ്പറ്റി വേണം, നന്ദിയും കടപ്പാടും ഒക്കെ വേണം. ആ സ്ത്രീക്ക് അതില്ലാന്ന് തോന്നേ. അതെങ്ങനെയാ, ഇത്രയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെയും ചെയ്യില്ലായിരുന്നല്ലോ. നിനക്ക് എത്രമാത്രം അവളെ ഇഷ്ടമാന്നുള്ള കാര്യം അവക്കറിയാം. അവക്ക് മാത്രമല്ല അവളുടെ വീട്ടുകാർക്കും അറിയാവുന്നതല്ലേ. എന്നിട്ടാണ് അവരിങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് യോഗമില്ലെന്ന് കൂട്ടിയാൽ മതി, നിനക്കല്ല അവർക്ക്. എന്താന്ന് വെച്ചാല് നിന്നെപ്പോലെ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടാനുള്ള വിധിയൊന്നും അവക്കില്ലടാന്ന് പറഞ്ഞു. നീ വിട്ട് കളയടാ, ഇതിനേക്കാളും നല്ലൊരു പെങ്കൊച്ചിനെ നിനക്ക് കിട്ടും, നീ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം എന്നൊക്കെ അവര് മൂന്നുപേരും ചുറ്റും കൂടി ഇരുന്നിങ്ങനെ പറയുവാണ്. വിനീതിന്റെ വിഷമം കണ്ടുകഴിഞ്ഞപ്പോ നീയും പറഞ്ഞു, സാരമില്ല പോട്ടേടാ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ. ആ സമയം ഇക്ക പറഞ്ഞു, അത് ശരിയാ, നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, നമ്മൾ എതിലേ പോയാലും കിട്ടും. ഇനിയിപ്പം വിധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യെത്തും ദൂരത്തെത്തിയാലും നമുക്കത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ കയ്യിൽ നിന്ന് വരെ നമ്മുടെ തെറിച്ചു പോകും. ആ ഒരു കാര്യമാ, പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിനീത് എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ വിനീതിന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നീട് ഗംഗ എന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാനുണ്ടായിരുന്നു. സാധനങ്ങൾ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയം ബേബിച്ചേട്ടൻ എന്ത് ചെയ്തു, ബേബിച്ചേട്ടൻ ഇത്തിരി അടിച്ചിട്ട് മദ്യപിച്ച് അങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഗംഗ വരുന്നത് കണ്ടേ. ബേബിച്ചേട്ടൻ അത് ഗംഗയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. ഇവൾ ഒറ്റയൊരുത്തി കാരണമാണ് ആ പാവം വിനീത് സങ്കടപ്പെട്ടിരിക്കുന്നത്, ഇവളാണ് എല്ലാത്തിനും കാരണം. അങ്ങനെ ഗംഗയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഗംഗയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ ആള് കൊള്ളാലോടി പെണ്ണേ, ഓന്തിന്റെ നിറം മാറുന്ന പോലെയാണല്ലോ നിന്റെ നിറം മാറുന്നതെന്ന് ചോദിച്ചു. എന്നാലും ഇങ്ങനെയുണ്ടോ, കരിങ്കലിന്റെ കാറ്റ് പിടിച്ച പോലെ. അത് കേട്ടുകഴിഞ്ഞപ്പോ ഗംഗ ഇങ്ങനെ നോക്കണം, എന്താ നിനക്ക് മനസ്സിലായില്ലല്ലേന്ന് ചോദിച്ചു. എന്തായാലും പാവം പിടിച്ച ചെക്കനെ ഇങ്ങനെ ഇട്ട് വട്ടം ചുറ്റിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അവൻ എത്ര പാവാന്ന് ചോദിച്ചു. അവൻ പാവായതുകൊണ്ടല്ലേ നീയൊക്കെ അവനെ ഇട്ട് ചുറ്റിക്കണമെന്നൊക്കെ ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുവാണ് ഗംഗയോട്. ഗംഗയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് വിനീത് അയാളുടെ ബൈക്കിൽ വരുന്നത്. വിനീത് കണ്ടു ബേബിച്ചേട്ടൻ സംസാരിക്കുന്ന ഗംഗയോട്. അപ്പോഴേക്കും വിനീതിന് മനസ്സിലായി ബേബിച്ചേട്ടൻ എന്തേലും പറയുന്നതായിരിക്കും. വിനീത് പെട്ടെന്ന് അങ്ങോട്ട് വന്നു. എന്താന്ന് ചോദിച്ചു. ദേ വന്നിരിക്കുന്നു. എടാ നീ ഇനിയെങ്കിലും നിന്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവളോട് തുറന്നു പറയാൻ പറഞ്ഞു. ദേ ബേബിച്ചേട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്, ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട്, ഞാൻ ഇവിടെ മാറി നിൽക്കാം, നീ പറയാനുള്ള പറഞ്ഞോളാൻ പറഞ്ഞു. പിന്നീട് ബേബിച്ചേട്ടൻ അങ്ങോട്ട് മാറി നിൽക്കുന്ന സമയത്ത് വിനീത് പറഞ്ഞേ, നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ടെങ്കിൽ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എന്താ വിനീതേട്ടൻ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു.
ഒന്നുമില്ല. അപ്പോഴേക്കും അവിടുന്ന് ബേബിച്ചേട്ടൻ പറഞ്ഞു, എടാ വെറുതെ കള്ളത്തരം പറയരുത്, നിന്റെ മനസ്സിൽ എന്താ ഉള്ളത് നീ ഇനിയെങ്കിലും തുറന്നു പറയാൻ പറഞ്ഞു. ആ സമയം വിനീത് പറഞ്ഞു, അതെ, ഗംഗയുടെ കല്യാണം ആരുമായിട്ട് നടത്തുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് പറയുമ്പോഴും വിനീതിനെ നെഞ്ചി പടഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ വിനീതിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നീട് വിനീത് ചോദിച്ചു, അല്ല ഗംഗയ്ക്ക് ഈ ബന്ധത്തിന് താല്പര്യമാണോന്ന് ചോദിച്ചു. ഇഷ്ടമാണോന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ഗംഗ വിനീതിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും എന്നോട് ആരും ചോദിച്ചിട്ടില്ല, അത് എൻ്റെ അമ്മ ചോദിച്ചിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ പറയും? അമ്മ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതനുസരിക്കുക, അത്രേ ഉള്ളൂ വിനീതേട്ടാ. ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം അച്ഛൻ മരിച്ചോടുകൂടി തീർന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അത് കണ്ടപ്പോൾ വിനീതിന് സഹിച്ചില്ല. വിനീത് പെട്ടെന്ന് പറഞ്ഞു, ഇങ്ങ് താട്ട്, ആ കവർ ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞു. വേവിച്ചേട്ടൻ പറഞ്ഞു, നിനക്കല്ലേലും ഈ പണിയൊക്കെ പറഞ്ഞിട്ടുള്ളൂ, ഒരു കാര്യം ചെയ്യുക, ഒരു ചുമട്ട് തൊഴിലാളിയായിട്ട് അങ്ങോട്ട് നടന്നോളാൻ പറഞ്ഞിട്ട് കളിയാക്കുവാണ്. അത് കേട്ടപ്പോൾ ഗംഗ പറഞ്ഞു, വിനീതേട്ട വേണ്ട, ഇത് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഗംഗ അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ്. വിനീത് വന്ന് വേവിച്ചേട്ടൻ ദേഷ്യപ്പെട്ടു, എന്താ വേവിച്ചേട്ടാ, വെറുതെ അവളെ വേദനിപ്പിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോന്ന് ചോദിച്ചു. പിന്നെ വേദനിപ്പിച്ച കാര്യമുണ്ടോന്ന്, എടാ ഇനിയെങ്കിലും നീ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് വേവിച്ചേട്ടനും അങ്ങോട്ട് പോയി. അങ്ങനെ അന്ന് വൈകുന്നേരം ഗംഗയും നിളയും കൂടെ കിടന്ന് ഉറങ്ങണ സമയത്താണ് യമുനയും കാവേരിയും കൂടെ അങ്ങോട്ട് വരുന്നത്. ഗംഗയെ വിളിച്ചു. ആ ഗംഗയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗ ചോദിച്ചു, എന്താ കാവേരി എന്ന് ചോദിച്ചു. അതെ ഗംഗേച്ചി, നാളെ നിശ്ചയവാ, ഗംഗേച്ചിക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. എന്തിന്? അല്ല ഈ വിവാഹ നിശ്ചയത്തിന്. ഞാൻ എന്തിനാ? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഗംഗേച്ചിക്ക് ഇനിയും സമയമുണ്ട് തീരുമാനം എടുക്കാനായിട്ട്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടൊന്നുമില്ലോ. ചേച്ചി വാ തുറന്ന് അമ്മയോട് കാര്യം പറ, എനിക്ക് വേണ്ടാന്ന്. അങ്ങേരെ പോലെ ഒരുത്തനെ കല്യാണം കഴിക്കേണ്ട കാര്യം ചേച്ചിക്കുണ്ടോ? 10, 45, 50 വയസ്സുണ്ടോന്ന് തോന്നേ. അച്ഛന്റെ പ്രായമുള്ള ഒരുത്തനെ കല്യാണം കഴിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? വാ തുറന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ഗംഗ പറഞ്ഞു, അതെ ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞു. എന്ത് പറയില്ലാന്ന്? ചേച്ചിയുടെ ജീവിതം തകർന്നു പോന്ന് പറഞ്ഞു. അച്ഛൻ മരിച്ചോട് കൂടിയിട്ട് എന്റെ സ്വപ്നങ്ങളും ജീവിതവും ഒക്കെ തകർന്നു പോയതാ. ഇനിയിപ്പൊ അമ്മ പറയുന്ന പോലെ. എന്താ ചേച്ചി ഇത്? അമ്മ പറയുന്ന പോലെ ഒന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? അമ്മയല്ലല്ലോ ജീവിക്കുന്നത്, ചേച്ചിയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പറയരുത് കാവേരി, നിനക്കറിയാലോ അച്ഛൻ എന്റെ കല്യാണത്തിന്റെ അന്നാണ് എഴുന്നേക്കാതിരുന്നേ. അതൊരിക്കലും എഴുന്നേക്കാതിരിക്കുന്ന ഒരു കിടപ്പാതിരിക്കും നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? ഒരുപക്ഷെ ഇനി അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ? നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇനി ഞാൻ ഒന്നിനും വാശി പിടിക്കത്തില്ല എന്ന് പറഞ്ഞു. അമ്മയുടെ എല്ലാവരുടെയും ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ, ഞാൻ ഇനി ഒന്നിനും ഇല്ല എന്ന് പറഞ്ഞു. ഈ കല്യാണം നടക്കാനാ യോഗമെങ്കിൽ കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഇപ്പൊ ഇല്ല, എന്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ കുഴിച്ചു മൂടി എന്ന് പറഞ്ഞു. യമുന പറഞ്ഞു, എന്റെ ഗംഗേച്ചി ഇങ്ങനെ ചിന്തിക്കരുത്. ഗംഗേച്ചി ഒന്ന് സമ്മതിക്കുവാണെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ കാവേരിക്കും യമുനയ്ക്കും ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, എന്താവും എങ്ങനെയാവും എന്നറിയാഞ്ഞിട്ട്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഗംഗ മുറിയിൽ ഇരിക്കുമ്പോഴത്തേനും ശാരദ എന്നിട്ട് ചോദിച്ചു, അല്ല മോളെ നീ എന്താ റെഡിയായില്ലേ? ഇതെന്ത് ഇരിപ്പായിരിക്കണം എന്നൊക്കെ ചോദിച്ചു. പെട്ടെന്ന് പോയി റെഡിയാവാൻ നോക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ശാരദ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഗംഗയ്ക്ക് ഒന്നിനും തോന്നിയില്ല, മനസ്സും അടുത്തിരിക്കുവാണ്. അയാളെക്കുറിച്ചുള്ള ചിന്തകൾ പോലും മനസ്സിലില്ല. തന്നെ വിവാഹം കഴിക്കുന്ന ആളെക്കുറിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, താനത് അനുസരിക്കുന്നു. അങ്ങനെ ഒരു ചിന്തയായിരുന്നു. ഒരു സാരിയൊക്കെ ഉടുത്തിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേനും യമുനയും കാവേരിയും കൂടെ വന്നു. ആ സമയത്ത് യമുന ചോദിച്ചു, ചേച്ചി ഈ സാരിയാണ് ഉടുത്തതെന്ന് ചോദിച്ചു. ഇതൊക്കെ മതി എന്ന് പറഞ്ഞു. ഗംഗയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാവേരി പറഞ്ഞു, എന്താ ചേച്ചി കണ്ണ് നിറയുന്നേ? കരയുമൊന്നും ചെയ്യരുത്, ഇതേ കൺമഷിയൊക്കെ വെറുതെ പടർന്നു പോന്ന് പറഞ്ഞു. യമുന പറഞ്ഞു, ആഹാ അത് കൊള്ളാം. അപ്പം ഗംഗേച്ചിക്ക് ഈ കല്യാണം വേണ്ടെന്നൊക്കെ കാവേരി ചേച്ചിയല്ലേ പറഞ്ഞേ, എന്നിട്ടിപ്പോ എന്താ കൺമഷി പടർന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അതെ ചേച്ചി പാവല്ലേ, ചേച്ചിയുടെ സൗന്ദര്യം കളയണ്ട, നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടിയല്ലേ ചേച്ചി, അപ്പൊ പിന്നെ ഉള്ള സൗന്ദര്യം കളയണോ ആ കൺമഷിയൊക്കെ പടർത്തിക്കൊണ്ട്? ഇഷ്ടമില്ലാത്ത കല്യാണമാണെങ്കിലും നല്ല സുന്ദരി ആയിരിക്കണം എൻ്റെ ചേച്ചി, എല്ലാവരുടെ മുന്നിൽ നല്ല വണ്ണം തന്നെ വേണം നിൽക്കാനെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഗംഗയുടെ മുഖം ആകെ പടവല്ലാതിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ശാരദ വന്നിട്ട് പറഞ്ഞു, ആ റെഡിയായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഗംഗ യമുനയൊക്കെ പരസ്പരം നോക്കുക. ആ സമയത്ത് കാവേരി പറഞ്ഞു, അമ്മേ ഇനി സമയമുണ്ട്, വിവാഹ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ചേച്ചിയുടെ ജീവിതം കൊണ്ട് ഹോമിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശാരദ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജയബാലേട്ടനായിട്ട് കൊണ്ടുവന്ന ആലോചനയല്ലേ, ഇനിയിപ്പം നല്ല ആലോചനയാന്നാ പറഞ്ഞേ.
അത് കേട്ടപ്പോ കാവേരി പറഞ്ഞു, നല്ല ആലോചനയോ? പിന്നെ ആ കിളവനെ കൊണ്ട് പിടിച്ച് കെട്ടിക്കുന്നതാണോ നല്ല ആലോചനയെന്ന് ചോദിച്ചു. ഗംഗ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കും കാവേരി, ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളുടെ കാര്യമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതെന്ന് കരുതിയാ ഞാൻ ഇരിക്കുന്നേ, അല്ലാതെ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. 4 പെൺമക്കളാ, ഒരാളുടെ എങ്കിലും കല്യാണം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ അത്ര സമാധാനമുണ്ട്. നീയൊക്കെ ഈ അവസ്ഥയിൽ എത്തിയാലോ നിനക്കൊക്കെ അത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശാരദ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, പാവ അമ്മ, അമ്മയുടെ വിചാരം എന്താന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാനും എൻ്റെ ഭർത്താവും കൂടെ ബാക്കിയുള്ളവർ നിങ്ങളെയൊക്കെ നോക്കുന്ന. അത് കേട്ടപ്പോൾ യമുന ചോദിച്ചു, അതെങ്ങനെ ശരിയാവും ചേച്ചി? അങ്ങേര് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെയൊക്കെ നോക്കുന്ന? അങ്ങേരോട് ഞങ്ങൾ സംസാരിച്ചിട്ട് പോലും ഇല്ല, പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗംഗ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, അമ്മയുടെ വിചാരം അതാ. ചിലപ്പോൾ അയാള് ഈ കുടുംബത്തിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഓർത്ത് അമ്മ വിചാരിച്ചിരിക്കുന്നേ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്നും അറിയാന്ന് പറഞ്ഞു. ഈ സമയത്ത് കാവേരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെയെങ്കിലും കല്യാണം ഒന്നും മുടക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് കാവേരി നിൽക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.